എല്ലാ പക്ഷികളും രാജാവിന്റെ സദസ്സിൽ ഹാജരായി. അദ്ദേഹം അവിടുത്തെ ജ്യോതിഷിയായ കട്ട്ഫോർഡുവേയും വിളിച്ചു. ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളിൽ നിന്നും ചുഴലിക്കാറ്റുകളിൽ നിന്നുപോലും നമ്മുടെ കാട് സുരക്ഷിതമായി നിലകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും അതിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ജ്യോതിഷി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഈ കാട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടോ? മഹാരാജ്, താങ്കൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പക്ഷി മീനു നമ്മുടെ കാട്ടിലേക്ക് വന്നത്. അപ്പോൾ മുതൽ നമ്മുടെ കാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങിയിരിക്കുന്നു. അതെ, മിട്ടു പറയുന്നത് വളരെ ശരിയാണ്. അയ്യോ, നിങ്ങൾ എല്ലാവരും ഇത് എന്താണ് ഈ പറയുന്നത്? മീനു പക്ഷി, നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല. ഈ കാട്ടിലേക്ക് നീ നിർഭാഗ്യം കൊണ്ടുവരികയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിനക്ക് നമ്മുടെ കാട് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഉറപ്പായിട്ടും നീ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ മീനുവിന് വളരെ വിഷമം തോന്നി. വരൂ മോളെ, ഇനി നമുക്ക് നീല മലനിരകളിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കാം.